എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ. പ്രണയത്തെക്കുറിച്ചും അതിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ ഡിസ്കഷനിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദവും ജ്ഞാനപ്രദവുമായിട്ടുള്ള കണ്ടൻസ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടി അമർത്തുക. സോ ഏറ്റവും പുതിയ ചാനലിനെ കുറിച്ചുള്ള ചാനലിലെ വീഡിയോ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അധികം വൈകിപ്പിക്കുന്നില്ല, നേരിട്ട് ഡിസ്കഷനിലോട്ട് പോകാം. സ്നേഹം, പ്രണയം, സ്നേഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ മുതലായ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ശാസ്ത്രത്തിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും അതിലെ രസകരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെയും കുറിച്ച് പ്രതിപാദിക്കേണ്ടതുണ്ട്. കോളേജിൽ പഠിപ്പിക്കുന്നതിലൊന്നല്ല കാര്യം, അവിടെയുള്ള പരീക്ഷകൾക്കൊന്നും അളക്കാൻ കഴിയാത്തതാണ് എൻ്റെ ബുദ്ധി എന്ന് പറയുന്നവരായിരിക്കാം നിങ്ങളുള്ള പലരും. ഒരു പരിധിവരെ ഞാനും. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ അർത്ഥം പലപ്പോഴും ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്നേഹത്തിലും അതിൻ്റെ വ്യത്യസ്ത അർത്ഥ തലങ്ങളിലുമാണെങ്കിൽ നിങ്ങൾക്ക് മനഃശാസ്ത്രത്തിൽ നല്ലൊരു പങ്കാളിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് റോബർട്ട് സ്റ്റേൺബർഗ്. ഇദ്ദേഹം എങ്ങനെയാണ് നമ്മുടെ ഡിസ്കഷനിൽ പ്രധാനപ്പെട്ടത് നമുക്ക് നോക്കാം. ഇദ്ദേഹമാണ് പ്രസിദ്ധമായ 8 വ്യത്യസ്ത തരത്തിലുള്ള ലവിനെ കുറിച്ച്, പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവയിലേക്ക് വരുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് നമുക്കറിയേണ്ടതുണ്ട്. പുള്ളിക്കാരന് വളരെ ചെറുപ്പം മുതലേ തന്നെ സൈക്കോളജിയിൽ വലിയ താല്പര്യമായിരുന്നു. അന്ന് അദ്ദേഹം ഒരു പരീക്ഷയ്ക്ക് ഇരിക്കുകയായിരുന്നു. പക്ഷേ ആ പരീക്ഷയ്ക്ക് അദ്ദേഹത്തിന് പരീക്ഷാപേടി മൂലം ഉത്തരങ്ങൾ കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നില്ല. അവിടെ അദ്ദേഹത്തിന് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയാണ്, ഇത്തരത്തിലുള്ള പരീക്ഷകൾ എൻ്റെ കഴിവിനും എൻ്റെ അറിവിനെയും കറക്റ്റായിട്ട് അളക്കാൻ ഉതകുന്നതായിട്ടുള്ളതല്ല. അതിനുശേഷം അദ്ദേഹത്തിന് മറ്റൊരു റൂമിൽ അദ്ദേഹത്തെക്കാളും വയസ്സ് കുറഞ്ഞ കുട്ടികളുടെ ഒപ്പം ഇരുത്തിയിട്ട് അതേ പരീക്ഷ തന്നെ എഴുതിപ്പിക്കുന്നു. അതിൽ അദ്ദേഹത്തിന് അവിടെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയാണ്. കൂടാതെ പിന്നീട് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ള പഠന രീതികളിലൂടെയും മറ്റും അവൻ ലോകപ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഉയർന്ന ഡിഗ്രികളായിട്ടുള്ള PhD മറ്റും നേടുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഇങ്ങനെ നേടിയിട്ടുള്ള ഈ നേട്ടങ്ങളിലൂടെ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും, അന്നത്തെ ഇൻ്റലിജൻസ് ടെസ്റ്റുകൾക്ക് ബുദ്ധിക്ഷമതയെ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഇൻ്റലിജൻസ് ടെസ്റ്റുകളുടെ മോശം എക്സ്പീരിയൻസ് മൂലം അദ്ദേഹം അതിനുശേഷം വ്യത്യസ്ത തരത്തിലുള്ള ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ, അതായത് ബുദ്ധിക്ഷമത മനസ്സിലാക്കുന്നതിനായിട്ടുള്ള ടെസ്റ്റുകൾ അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇന്നൊക്കെ നാം വളരെ മുന്നോട്ട് വന്നിരിക്കുന്നു. ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന ബുദ്ധിക്ഷമത മനസ്സിലാക്കുന്നതിനായിട്ടുള്ള, അതായത് ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. അവയിലൂടെ ഒരു പരിധിവരെ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മുടെ പലരുടെയും ബുദ്ധിശക്തിയെയും അറിവിനെയും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഇത്തരത്തിലുള്ളൊരു എക്സ്ക്യൂസ് കൊണ്ട് ഇനി ആരും ഈ കാരണം പറഞ്ഞ് പഠിക്കാതിരിക്കേണ്ട എന്നാണ് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ ടോക്കിലെ പ്രധാന ഡിസ്കഷനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രണയത്തെക്കുറിച്ചുള്ള, അതായത് ലവിനെ കുറിച്ചുള്ള പഠനമാണ്, അതിൻ്റെ കണ്ടെത്തലുകളുമാണ്. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് റോബർട്ട് സ്റ്റേൺബർഗിൻ്റെ ട്രയാങ്കുലർ തിയറി ഓഫ് ലവിനെ കുറിച്ചായിരിക്കും നമ്മുടെ ഡിസ്കഷൻ. നമ്മളിൽ എല്ലാവരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് സ്നേഹം, പ്രണയം എന്ന് പറയുന്നത്. ഒരുപക്ഷെ പലർക്കും ഒരു കാമുകിയുമായിട്ടുള്ള പ്രണയ ജീവിതം ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല, പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾ ഒരു പക്ഷേ ഭാവിയിലെ പ്രണയത്തിൽ ഏർപ്പെടാൻ പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പ്രണയത്തിൽ മുന്നോട്ട് പോകുന്നവരായിരിക്കും. എല്ലാവർക്കും പ്രണയത്തെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി മനസ്സിലാക്കാൻ ഈ അറിവ് നിങ്ങളെ സഹായിക്കും. പ്രണയത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ദിവസവും ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുക, അതായത് ഇതിനെ ഒന്ന് അർത്ഥം പറയുക എന്ന് പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ റോബർട്ട് സ്റ്റേൺബർഗിൻ്റെ പ്രണയ സിദ്ധാന്തത്തിലൂടെ പ്രണയത്തെ അതിൻ്റെ അർത്ഥതലങ്ങളിലോട്ട് മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ എളുപ്പമാകും. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രണയ സിദ്ധാന്തം വന്നിട്ടുള്ളത് 1980-ലാണ്. പക്ഷെ ഏറ്റവും അടുത്ത് 2021 നടന്നിട്ടുള്ള പഠനം വരെ ഈ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ പേരാണ് പ്രണയത്തിൻ്റെ ത്രികോണ സിദ്ധാന്തം, അതായത് സ്റ്റേൺബർഗ്സ് ട്രയാങ്കുലർ തിയറി ഓഫ് ലവ്.
ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് പ്രണയത്തിന് 3 വ്യത്യസ്ത ഘടകങ്ങളുണ്ട്. ഈ സിദ്ധാന്തം എല്ലാ തരത്തിലുള്ള സ്നേഹബന്ധത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് റൊമാൻറ്റിക്, സെക്ഷുവൽ, കൂട്ടുകാരായിട്ടുള്ള ബന്ധം എല്ലാറ്റിനെയും ഇതിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പ്രണയ സിദ്ധാന്തം അനുസരിച്ചിട്ട് റോബർട്ട് സ്റ്റേൺബർഗിന്റെ പ്രണയ സിദ്ധാന്തം അനുസരിച്ചിട്ട് പ്രണയത്തിന് മെയിൻലി 3 കോമ്പോണൻസ് ഉണ്ട്. അവയാണ് ഇൻറ്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിലുള്ള ക്ലോസ്നെസ് ആണ്, കണക്റ്റഡ്നെസ് ആണ് ആൻഡ് ബോണ്ട്നെസ് ആണ്. അതെ, മറ്റൊരാൾ തമ്മിലുള്ള ക്ലോസ് ആയിട്ടും കണക്റ്റഡ് ആയിട്ടുമുള്ള ഒരു ഫീലിങ്ങിനെയാണ് ഇൻറ്റിമസി എന്ന് പറയുന്നത്. പാഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീലിങ്സ്, അതുപോലെ തന്നെ ഡിസയറുകൾ എല്ലാം കൂടിച്ചേർന്ന് ഒരു ശാരീരികപരമായിട്ടുള്ള അട്രാക്ഷനിലോട്ട് കൊണ്ടെത്തിക്കുകയും അതിനുശേഷം റൊമാൻസും കൂടാതെ തുടർന്ന് സെക്ഷുവൽ സഫലീകരണവും സംഭവിക്കുന്നതിനെയാണ് പാഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് പാഷൻ ഇൻവോൾവ്സ് ഫീലിങ്സ് ആൻഡ് ഡിസയേഴ്സ് ദാറ്റ് ലീഡ് ടു ഫിസിക്കൽ അട്രാക്ഷൻ, റൊമാൻസ് ആൻഡ് സെക്ഷുവൽ കൺസുമേഷൻ. അപ്പം എന്തൊക്കെയാണല്ലേ? ഫീലിങ്സ് ഉണ്ടായിരിക്കും, ഡിസയർ ഉണ്ടായിരിക്കും. ഈ രണ്ടും മൂലം ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ ഫലമായിട്ട് റൊമാൻസും തൽഫലമായിട്ട് സെക്ഷുവൽ സഫലീകരണവും സാധ്യമാകുന്ന അതിനെയാണ് പാഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് കമ്മിറ്റ്മെൻറ്റ്. കമ്മിറ്റ്മെൻറ്റ് ഇൻവോൾവ്സ് ഫീലിങ്സ് ദാറ്റ് ലീഡ് എ പേഴ്സൺ ടു റിമെയിൻ വിത്ത് സംവൺ ആൻഡ് മൂവ് ടുവാർഡ് ഷെയർഡ് ഗോൾസ്. അതെ, കമ്മിറ്റ്മെൻറ്റിൽ ഉള്ള ഫീലിങ്സ് മൂലം ഒരു വ്യക്തിയെ മറ്റൊരാളുടെ കൂടെ ആയിരിക്കുന്നതിനും രണ്ടുപേരും ഷെയർ ചെയ്യുന്ന ഗോളുകളിലോട്ട് കൂടിച്ചേർന്ന് മുന്നോട്ട് പോകുന്നതിനും സാധ്യമാക്കുന്ന ഒരു കോമ്പോണൻ്റാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായും 3 കോമ്പോണൻ്റാണുള്ളത്. ഒന്ന് ഇൻറ്റിമസി, 2 പാഷൻ, 3 കമ്മിറ്റ്മെൻറ്റ്. നമുക്ക് ഇനി ഇവ എങ്ങനെയാണ് വ്യത്യസ്ത തരത്തിൽ കൂടിച്ചേർന്ന് വ്യത്യസ്ത തരത്തിലുള്ള ലവ് ആയി മാറുന്നത് എന്ന് നോക്കാം. അതേസമയം തന്നെ സ്റ്റേൺബർഗിൻ്റെ ട്രയാങ്കുലാർ തിയറി ഓഫ് ലവ് പറയുമ്പോൾ നിങ്ങൾ ലവ് ട്രയാങ്കിൾ ഇതായിട്ട് തെറ്റിദ്ധരിക്കരുത്. ലവ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് അല്ല. ലവ് ട്രയാങ്കിളിൽ 3 ആൾക്കാർ ഒരു പോളി അമോറസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ 2 പേര് മറ്റൊരാളുടെ സ്നേഹത്തിനും പ്രണയത്തിനുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന, മത്സരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് സ്റ്റേൺബർഗിൻ്റെ ട്രയാങ്കുലാർ തിയറി ഓഫ് ലവിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടുള്ള കാര്യമാണ്. ഈ 3 തരത്തിലുള്ള ഇൻറ്റിമസി, പാഷൻ, കമ്മിറ്റ്മെൻറ്റ് ചേർന്നിട്ട് 8 തരത്തിലുള്ള പ്രണയങ്ങൾ, ലവുകൾ വരുന്നുണ്ട്. അവയാണ് സ്റ്റേൺബർഗിൻ്റെ 8 ടൈപ്സ് ഓഫ് ലവ് എന്ന് പറയുന്നത്. ഇതിലെന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോമ്പോണൻറ്റോ അല്ലെങ്കിൽ 2 അതിൽ കൂടുതൽ കോമ്പോണൻറ്റ് കൂടിച്ചേർന്ന് വ്യത്യസ്ത തരത്തിലുള്ള പ്രണയ എക്സ്പീരിയൻസുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു റിലേഷൻഷിപ്പ് പാഷനേറ്റ് ലവായിട്ട് തുടങ്ങാം, അതിനുശേഷം അത് പ്രോഗ്രസ് ചെയ്ത് റൊമാൻറ്റിക് ലവായി മാറാം, അത് അവസാനം ഒരു കമ്പാനിയേറ്റ് ലവായിട്ട് മാറിച്ചേരാം. ഇത്തരത്തിൽ പല രീതിയിൽ ലവിൻ്റെ പ്രോഗ്രഷൻ ഉണ്ടായിരിക്കാം. ഇനി നമുക്ക് ഈ പറയുന്ന 8 തരത്തിലുള്ള ലവിനെ കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്തെയാണ് നോൺ ലവ് എന്ന് പറയുന്നത്. നോൺ ലവ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. സാബുവും റീനയും കൂടെ വർക്ക് ചെയ്യുന്ന 2 കോവർക്കേഴ്സാണ്. അവർക്ക് 2 പേർക്കും ഒരു ഇൻട്രാക്ഷനും ഇല്ല, തമ്മിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. അവർക്ക് ഒരു ഇൻറ്റിമസിയും തോന്നുന്നില്ല, പാഷനും തോന്നുന്നില്ല, ഒരു കമ്മിറ്റ്മെൻറ്റും മറ്റൊരാളുടെ അടുത്ത് തോന്നുന്നില്ല. അവർ മറ്റൊരാളെക്കുറിച്ച് അറിയുന്നില്ല, അവരെക്കുറിച്ച് ഒരു താല്പര്യവും കാണിക്കുന്നില്ല, മറ്റൊരാളെക്കുറിച്ച് അറിയാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഇതാണ് നോൺ ലവ്. അതായത് അവിടെ സ്നേഹമില്ല, പ്രണയമില്ല, ഒന്നുമില്ല. സോ ദ ഫസ്റ്റ് വൺ നോൺ ലവ് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പറയാനായിട്ട് പോകുന്നതാണ് ഫ്രണ്ട്ഷിപ്പ്. മലയാളത്തിൽ നമ്മൾ പറയുന്ന ചെങ്ങാത്തം. ഈ ചെങ്ങാത്തത്തിലെ മെയിൻ കോമ്പോണൻസ് ആണ് ലൈക്കിങ്. ഇതിൽ മെയിൻ ഉണ്ടായിരിക്കുക ഒരേ ഒരു കോമ്പോണൻ്റ് ആണ് ലൈക്കിങ്. ഈ ലൈക്കിംഗ് എന്ന് പറയുന്നത് തന്നെയാണ് ഇൻറ്റിമസി ടു ആൻ എക്സ്റ്റെൻറ്റ്. ഇതിൽ ഇൻറ്റിമസി അഥവാ ലൈക്കിംഗ് ഉണ്ടായിരിക്കും, അതേസമയം തന്നെ പാഷനും കമ്മിറ്റ്മെൻറ്റും ഉണ്ടായിരിക്കില്ല. ഇത്തരത്തിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഭാവിയിൽ വരുന്ന പലതരത്തിലുള്ള ലവിൻ്റെയും ഒരു തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ ആ ലവിൽ എത്തിച്ചേരാത്ത ഒരു അവസ്ഥയിലും
ഫ്രണ്ട്ഷിപ്പ് മൂലമുള്ള ലവ് മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റീത്തുവും അമിറ്റും ക്ലാസ്മേറ്റ്സ് ആണ്. ഒരു കോളേജിൽ പഠിച്ചിരുന്ന ക്ലാസ്മേറ്റ്സ് ആണ്. അവർക്ക് രണ്ടുപേർക്കും വളരെയധികം കോമൺ ഇൻട്രസ്റ്റുകളുണ്ട്, ഹോബീസ് ഉണ്ട്. അതായത് മ്യൂസിക് ഇഷ്ടമാണ്, അവർക്ക് സ്പോർട്സ് ഇഷ്ടമാണ്, അതുപോലെ തന്നെ ചില പുസ്തകങ്ങളും വായിക്കാൻ വളരെ ഇഷ്ടമാണ്. അവർക്ക് പുറമെ ചുറ്റിക്കറങ്ങാനും ഫൺ കോൺവെർസേഷനിലൊക്കെ ഇടപഴകാനും വലിയ താല്പര്യമാണ്. അവർക്ക് വളരെ ഉയർന്ന ലെവലിലുള്ള ഇൻറ്റിമസി ഉണ്ട്. പക്ഷെ പാഷനും കമ്മിറ്റ്മെൻറ്റും തമ്മിൽ തോന്നുന്നില്ല. അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ അവർ വളരെ ഹാപ്പിയാണ്. അവർക്ക് അത് റൊമാൻസ് ആയിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ലവ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ തരത്തിലുള്ള ലവ് ആണ് ഇൻഫാക്ച്വേഷൻ. അതെ, വളരെയധികം നമ്മൾ കേട്ടിട്ടുള്ള ഒരു വേർഡായിരിക്കാം. അതേ രീതിയിൽ തന്നെ ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചിട്ടും തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു വേർഡായിരിക്കാം ഇൻഫാക്ച്വേഷൻ എന്ന് പറയുന്നത്. ഇൻഫാക്ച്വേഷനെ മലയാളം ഡിക്ഷണറി വെച്ച് നോക്കുമ്പോൾ ആസക്തി, അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള താൽക്കാലികമായ ശാരീരികവും മാനസികവുമായിട്ടുള്ള അടുപ്പം എന്നൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഇൻഫാക്ച്വേഷന്റെ കോമ്പോണൻസ് ആണ് പാഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഫാക്ച്വേഷനിൽ അതെങ്ങനെയാ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫാക്ച്വേഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ഫീലിങ്സ് ഓഫ് ലസ്റ്റ് ആൻഡ് ഫിസിക്കൽ പാഷൻ വിതൗട്ട് ലൈക്കിംഗ് ആൻഡ് കമ്മിറ്റ്മെന്റ്. അതെ, ലൈക്കിംഗ് അതായത് ഇൻറ്റിമസി ഉണ്ടായിരിക്കില്ല, കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കില്ല. പക്ഷെ ലസ്റ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ പാഷൻ, ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കും ഇവിടെ കൂടുതൽ ഉണ്ടായിരിക്കുക. ഇത്തരത്തിലുള്ളൊരു ബന്ധത്തിൽ ആഴത്തിലുള്ള ഇൻറ്റിമസിക്കും റൊമാൻറ്റിക് ലവിനും അതുപോലെ തന്നെ കൺസ്യൂമേറ്റ് ലവും ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ള ഒരു താല്പര്യം ഒരു പക്ഷേ സംജാതമായി കൊള്ളണമെന്നില്ല. മെയിൻ ഡിറ്ററൻ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ സമയമായിരിക്കാം. ഇത്തരത്തിലുള്ള ഒരു ബന്ധം തുടങ്ങുന്നത്, അതായത് ഇൻഫാക്ച്വേഷൻ തുടങ്ങുന്നത് പറയാൻ വെച്ച് കഴിഞ്ഞാൽ, ഒരു തരത്തിൽ തുടക്കത്തിൽ കണ്ടിട്ടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷനും മറ്റും ശേഷമായിരിക്കാം. പക്ഷേ ഈ സമയത്ത് കപ്പിൾസ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേര് റിലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേര് വളരെ ഉയർന്ന തരത്തിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നതായിരിക്കും. ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, രോഹിത്തും നേഹയും ഓൺലൈനിലൂടെ കണ്ടുമുട്ടി പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു ഇൻസ്റ്റന്റ് അട്രാക്ഷൻ ഫീൽ ആവുകയാണ്. അവർ ചാറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, പതിയെ വീഡിയോ കോളിങ്ങിന് വേണ്ടി വീഡിയോ കോളിങ് ചെയ്തു തുടങ്ങുന്നു. അവർ രണ്ടുപേരും തമ്മിൽ ഒബ്സസ്ഡ് ആയി എപ്പോഴും തമ്മിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് വളരെയധികം പാഷൻ ഉണ്ട്. അതേസമയം തന്നെ അവർക്ക് ഇൻറ്റിമസിയും ഇല്ല, കമ്മിറ്റ്മെൻറ്റും മറ്റൊരാളുടെ അടുത്ത് തോന്നുന്നില്ല. അവർ ഇതുവരെയായിട്ട് രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടില്ല. അതേസമയം തന്നെ അവർക്ക് രണ്ടുപേരെയും കുറിച്ച് രണ്ടുപേരുടെയും വ്യക്തിത്വങ്ങളെയും വാല്യൂകളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല. അവരൊരു തരത്തിലുള്ള പാഷൻ സ്റ്റേറ്റിലാണ്. ഒരു ഇൻറ്റിമസിയോ കമ്മിറ്റ്മെൻറ്റോ അവർ തമ്മിൽ ഇല്ല. ഇത്തരത്തിലുള്ള ഒരു ഇൻഫാച്വേഷൻ റിലേഷൻഷിപ്പിന് ഒരു ഉദാഹരണമാണ് മലയാളം മൂവി ഹൃദയം എന്ന് പറയുന്നത്. അതിൽ ആ മൂവിയിൽ അരുൺ ഫാൾസ് ഫോർ ദർശനയായിട്ടുള്ള ആ സ്നേഹത്തിൽ, ആ ഇഷ്ടത്തിൽ അരുൺ വീണു പോകുന്നു. അതിൽ ഇൻഫാച്വേഷനാണ്. അത് മെയിൻലി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒരു അപ്പിയറൻസ്, അതുപോലെ തന്നെ ജീവിതത്തെ എങ്ങനെ ദർശന നോക്കിക്കാണുന്നു എന്നൊക്കെ മനസ്സിലാക്കിയതിൻ്റെ ഒരു രീതിയിലാണ് അരുൺ ദർശനയ്ക്ക് വേണ്ടി വീണു പോകുന്നത്. എന്നിട്ട് അരുൺ അത് പ്രണയമാണ്, ആഴത്തിലുള്ള കൺസ്യൂമേറ്റ് ലവ് ആണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നു. അതിനുശേഷം ദർശൻ അരുണിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ, ആർ യു റെഡി ഫോർ കമ്മിറ്റ്മെൻറ്റ്, ഓർ കമ്മിറ്റ്മെൻറ്റ് ആവാനായിട്ട് തൽപരനാണോ എന്ന് ചോദിക്കുമ്പോൾ അരുൺ പറയുന്നു, എനിക്ക് താല്പര്യം അതിനായിട്ടില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇൻഫാച്വേഷൻ എന്ന് പറയുന്നത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലവ് ആണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കാം. പക്ഷേ ഇത് ഒരു അട്രാക്ഷൻ്റെ പാസിംഗ് ഫേസ് ആണ്. ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ഇൻഫാച്വേഷൻ അനുഭവിച്ചതിന് ശേഷമായിരിക്കാം, അതിനുശേഷം കുറച്ച് സമയം മുന്നോട്ട് പോകുന്നതിന് ശേഷമായിരിക്കാം രണ്ടുപേർക്കും പരസ്പരം തമ്മിലുള്ള പ്രണയത്തെയും സ്നേഹത്തെയും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാം. ഇത് ചെയ്യാൻ സാധിച്ചത് അരുണ് അവസാനം നിത്യയെ കണ്ടെത്തുമ്പോഴാണ്. അതായത് ഹൃദയം എന്ന സിനിമയിൽ അരുൺ ദർശനയായിട്ടുള്ള ആ ബന്ധത്തിന് ശേഷം തൻ്റെ ജീവിതത്തിലെ നിത്യയെ കണ്ടെത്തി അവർ തമ്മിലുള്ള ബന്ധത്തിനെയും ആ സ്നേഹത്തിനെയും അതിൻ്റെ ആഴത്തെയും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ്
അതാണ് ഒരു കൺസ്യൂമേറ്റ് ലവ് ലെവലിലേക്ക് എത്തിച്ചേരുന്ന പ്രണയം എന്ന് പറയുന്നത്. ദർശനയായിട്ട് അവിടെയുള്ളത് നമുക്ക് മനസ്സിലാക്കാം, അതൊരു ഇൻഫാച്യുവേഷൻ ഫേസ് ഓഫ് റിലേഷൻഷിപ്പാണ്. അടുത്ത തരത്തിലുള്ള ലവ്, നാലാമത്തെ തരത്തിലുള്ള ലവ് ആണ് എം ടി ലവ്. അതെ, പൊള്ളയായ ഇഷ്ടം എന്നൊക്കെ നമുക്കിതിനെ മലയാളത്തിൽ പറയാം. ഇതിനെ കോമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഒന്നുള്ളൂ മെയിൻ കോമ്പോണൻറ്റ്, അത് കമ്മിറ്റ്മെൻ്റ് ആണ്. ഇതിൽ ഇത്തരത്തിലുള്ള ഒരു എം ടി ലവ് റിലേഷൻഷിപ്പിൽ പാഷൻ ഉണ്ടായിരിക്കില്ല, ഇൻറ്റിമസി ഉണ്ടായിരിക്കില്ല. അതേസമയം തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലവിൽ തുടങ്ങിയിട്ടുള്ള രണ്ട് പേര് ഒരു എം ടി ലെവലോട്ടും എത്തിച്ചേരാം. അതേസമയം തന്നെ ഇതിൻ്റെ റിവേഴ്സും സംഭവിക്കാം. അതായത് എം ടി ലെവലിൽ തുടങ്ങിയിട്ടുള്ളവർ ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ആ ഒരു കൺസ്യൂമേറ്റ് ലെവലൊക്കെ എത്തിച്ചേരാനും വളരെ സാധ്യതയുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഒരു അറേഞ്ച്ഡ് മാരേജ്. അതിൽ എം ടി ലെവലിൽ നിന്ന് തുടങ്ങിയിട്ട് അതിനുശേഷം തമ്മിൽ അറിഞ്ഞ് ഡീപ്ലി റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അവർ ഒരു പരിപൂർണമായിട്ടുള്ള ലെവലിൽ എത്തിച്ചേരുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഇനി എം ടി ലെവലിന് ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രേം അരുണും 15 വർഷമായിട്ട് മാരീഡാണ്. 15 വർഷത്തെ ദാമ്പത്യ ജീവിതം അവരെ വളരെയധികം അകറ്റി തുടങ്ങിയിരിക്കുന്നു. അവർ തമ്മിൽ ഒരു കോമൺ ഇൻട്രസ്റ്റുകളും ഹോബീസും ഫീലിങ്സും ഒന്നും തന്നെ ഷെയർ ചെയ്യുന്നില്ല. വളരെ വിരളായിട്ടാണ് രണ്ടുപേരും തന്നെ സംസാരിക്കുന്നതും സമയം സ്പെൻഡ് ചെയ്യുന്നതും. അവർക്ക് രണ്ടുപേർക്കും തമ്മിലുള്ള ആ പാഷനും ആ ഇൻറ്റിമസിയും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്ന പറയുന്നത് കടപ്പാടും അതുപോലെ തന്നെ കൺവീനിയൻസും സമൂഹത്തിൻ്റെ പ്രഷറും മറ്റും മൂലം മാത്രമാണ്. അവർക്ക് വളരെ ഉയർന്ന തരത്തിലുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, പക്ഷെ അവർക്ക് ഇൻറ്റിമസിയും ഇല്ല, പാഷനും ഇല്ല. അവർ ഒരു തരത്തിലുള്ള എം ടി ലെവലിലൂടെ, അതായത് ഇൻറ്റിമസിയും പാഷനും ഇല്ലാത്ത ഒരു എം ടി ലെവലിലൂടെ, ഓൺലി കമ്മിറ്റ്മെൻറ്റ് മാത്രമായിട്ടുള്ള എം ടി ലെവലിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ലവിന് ഏറ്റവും മികച്ചൊരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹിന്ദിയിലുള്ള രബ്നെ ബനാദി ജോഡി എന്ന് പറയുന്ന ആ മൂവിയിലാണ്. ഈ മൂവിയിൽ സുരീന്ദർ സാനിയും താനിയും റിലേറ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു എം ടി ലെവലിലൂടെയാണ്. താനിയുടെ അച്ഛൻ മരിക്കുന്ന സമയത്ത് സുരീന്ദർ സാനി, അതായത് ഷാരൂഖ് ഖാനാണ് സുരീന്ദർ സാനിയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്, താനി അനുഷ്ക ശർമ്മയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താനിയുടെ ഫാദർ മരിക്കുന്ന സമയത്ത് താനിയുടെ കൈ സുരീന്ദർ സാനിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു റിക്വസ്റ്റ് നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് താനി അവിടെ റിലേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. തുടക്കത്തിൽ അവിടെ ഒരു സ്നേഹവും ഒരു ഇൻറ്റിമസിയും ഒരു പാഷനും ഒന്നും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആ റിലേഷൻഷിപ്പ് പതിയെ അങ്ങ് മുന്നോട്ട് പോവുക, കംപ്ലീറ്റ്ലി എം ടി ലവ് ആയിട്ട്. ഓൺലി കമ്മിറ്റ്മെൻറ്റ് മാത്രമേ അവിടെയുള്ളൂ, പാഷനും ഇല്ല, ഇൻറ്റിമസിയും ഇല്ല. അങ്ങനെ വളരെ മുന്നോട്ട് പോയിട്ട് അവസാനമാണ് ആ സിനിമയിൽ മാറ്റങ്ങൾ വന്നിട്ട് അതൊരു കൺസ്യൂമേറ്റ് ലവ് എന്ന് പറയുന്ന നമ്മളിത് പറയാൻ പോവുകയാണ്. കൺസ്യൂമേറ്റ് ലവ് എന്താണെന്നുള്ളത് അത് അടുത്ത വരുന്നതിൽ നമ്മൾ പറയുന്നതായിരിക്കും. സോ അങ്ങനത്തെ ഒരു കൺസ്യൂമേറ്റ് ലെവലോട്ട് ലാസ്റ്റ് ആ രാജായിട്ട് ആ സ്റ്റേജിൽ ഡാൻസ് തുടങ്ങിയിട്ട് അത് സുരീന്ദർ സാനിയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ശേഷമാണ് ഒരു തരത്തിലുള്ള ഒരു കൺസ്യൂമേറ്റ് ലെവലോട്ട് ആ ഒരു ഭാവിയിൽ എത്തിച്ചേരാം. സോ രബ്നെ ബനാദി ജോഡി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. അതിൽ സുരീന്ദർ സാനിയായിട്ട് താനി തുടക്കം തന്നെ റിലേറ്റ് ചെയ്ത് തുടങ്ങുന്ന രീതിയാണ് എം ടി ലവ് എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ കോഴ്സ് എന്ന് പറയുന്നത് പതുക്കെ മാറുന്നതായിട്ട് ആ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഞ്ചാമത് റോബർട്ട് സ്റ്റേൺബർഗ് പറയുന്ന ലവ് ടൈപ്പാണ് റൊമാൻറ്റിക് ലവ് എന്ന് പറയുന്നത്. റൊമാൻറ്റിക് ലവിന് മലയാളത്തിൽ നമുക്ക് പറയാം കാൽപ്പനികമായിട്ടുള്ളത്, ഭാവനപരമായ, വൈകാരികമായ ലവ് എന്നൊക്കെ. ഇതിൻ്റെ പ്രധാന കോമ്പോണൻസ് ആണ് ഇൻറ്റിമസിയും പാഷനും. അതെ, 2 കോമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ഇൻറ്റിമസി, 2 പാഷൻ. ഇൻറ്റിമസിയും പാഷനും കൂടി ചേർന്നാലാണ് റൊമാൻറ്റിക് ലവ് ഉണ്ടായിരിക്കുക. മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവിടെ ഒരു സംഭവം മിസ്സിംഗ് ആയിട്ടുള്ളതുണ്ട്. എന്താണ്? കമ്മിറ്റ്മെൻ്റ് ഇല്ല. അതേസമയം തന്നെ ഇൻറ്റിമസിയും പാഷനും വളരെ നല്ല രീതിയിൽ ഇവിടെയുണ്ട്. റൊമാൻറ്റിക് ലെവൽ എന്താ ഉണ്ടായിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേര് വളരെ ഇമോഷണലി ഇൻറ്റിമേറ്റ് ആയിട്ട് കണക്റ്റ് ആവും. അവിടെ ഫിസിക്കൽ പാഷൻ ഉണ്ടായിരിക്കും, അതായത് ഫിസിക്കൽ ഇൻറ്റിമസി, സെക്സ് ഉണ്ടായിരിക്കും. അതിലൂടെ രണ്ടുപേര് വളരെ ഡീപ്ലി കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സ് വളരെ ആഴത്തിലുള്ള കോൺവെർസേഷനുകളും മറ്റും നടത്തും. തന്മൂലം പരസ്പരം മനസ്സിലാക്കാനും ഡീപ്ലി റിലേറ്റ് ചെയ്യാനും അവർക്ക് സാധിക്കും.
അവർ ആ സെക്ഷൽ റിലേഷൻഷിപ്പ്, ആ സെക്ഷൽ പാഷൻ, എഫെക്ഷൻ മുതലായവയൊക്കെ വളരെ എൻജോയ് ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു ഫേസിൽ അവർ, അതായത് റൊമാൻറ്റിക് ലെവല്, ഭാവിയിൽ അവർ തുടരണോ, എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് അൺഡിസൈഡഡ്, തീരുമാനിക്കാത്തൊരവസ്ഥയിലായിരിക്കും. ലോങ് ടേം കമ്മിറ്റ്മെന്റ് അവിടെ ഉണ്ടായിരിക്കില്ല. അതേ സമയത്ത് ഭയങ്കരമായ ഇൻറ്റിമസിയും പാഷൻ അഥവാ ആ ഫിസിക്കൽ ഇൻറ്റിമസി, ആ സെക്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. റൊമാൻറ്റിക് ലവിന് ഏറ്റവും രസകരമായിട്ടൊരു ഉദാഹരണമാണ് രാജൻ സിമ്രാനെ കുറിച്ചിട്ടുള്ളത്. രാജും സിമ്രാനും ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണ്. അത് ഫുൾ ഓഫ് പാഷൻ ആൻഡ് ഇൻറ്റിമസിയാണ്. രണ്ടുപേരും ഡീപ്ലി മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു സെക്ഷൽ ഇൻറ്റിമസി, ഒരു ഫിസിക്കൽ ഇൻറ്റിമസി അവിടെ സംഭവിക്കുന്നു. നല്ല രീതിയിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ അവിടെ സംഭവിക്കുന്നു. അവരുടെ ചിന്തകൾ, ഫീലിങ്സുകൾ, സ്വപ്നങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നു. പക്ഷേ രണ്ടുപേരും തമ്മിൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല. അവർ രണ്ടുപേരും കല്യാണം കഴിക്കാനോ കുട്ടികൾ ഉണ്ടാക്കാനോ അവരുടെ ആ റിലേഷൻഷിപ്പ് എവിടെയാണ് പോയി അവസാനിക്കുന്നത് എന്ന് മുൻകൂട്ടി കാണാനോ കൂടെ ഇരുന്ന് ചിന്തിക്കാനോ ശ്രമിച്ചിട്ടില്ല. അവർ തുടരുന്നത് കൈൻഡ് ഓഫ് റൊമാൻറ്റിക് ലെവലാണ്. ഇൻറ്റിമസിയും പാഷനും ഉണ്ട്, കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഇത്തരത്തിലുള്ള ഒരു ലവിനൊരു ഉദാഹരണമാണ് നമ്മൾ മായാനദി എന്ന മൂവിയിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുക. നമ്മളിവിടെ പറയുന്ന സിനിമയിലുള്ള ആ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ അല്ല. ഞാൻ പറയുന്ന കൺസെപ്റ്റുകൾക്കുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ അല്ല. ഇനി ഞാൻ ഈ സിനിമകൾ കണ്ടേക്കുന്നത് വളരെ മുമ്പുമാണ്. സോ നിങ്ങളുടെ രീതിയിൽ കാണാം. അതിനെ നിങ്ങൾ എങ്ങനെയാണ് ഞാൻ പറയുന്ന ഈ 8 ലവ് ടൈപ്പുകൾ എന്നുള്ളതായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. അതിൽ ചെറുതായിട്ട് അത്ര പ്രിസിഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂവിയാണ്. അത് വളരെ വ്യത്യസ്ത തരത്തിലുള്ള ഈ തിയറിയിൽ നിന്നും ചെറുതായിട്ട് മാറി നിൽക്കുന്നതായിരിക്കാം. കാരണം ഞാൻ തരുന്ന എക്സാമ്പിൾസ് പക്ക ആ തരത്തിലുള്ള ലവിനെ പ്രതിദാനം ചെയ്തു കൊള്ളുന്നൊരു നിർബന്ധവുമില്ല. പക്ഷേ മോർ ഓർ ലെസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾക്കൊരു പരിധി വരെ അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ മായാനദി എന്ന സിനിമയിൽ മാത്തൻ അപ്പുവായിട്ട് വളരെ ആഴത്തിലുള്ളൊരു സ്നേഹത്തിലാണ്. അവർക്ക് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. പാസ്റ്റിൽ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനുശേഷം കുറേ നാളെ റിലേഷൻ മുന്നോട്ട് പോയതിനു ശേഷം അപ്പു മനസ്സിലാക്കുകയാണ്, അതായത് മാത്തൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളതല്ല. ഈ മനസ്സിലാക്കലിൻ്റെ ഭാഗമായിട്ട് അപ്പു മാത്തൻ്റെ അടുത്തു നിന്നും ഒരു ഡിസ്റ്റൻസ് എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ മൂവിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവൾ പറയുന്നുണ്ട് സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ്. അതേസമയം തന്നെ അത് ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാകാതെ മാത്തൻ ഗിവപ്പ് ചെയ്യുന്നില്ല. മാത്തൻ അവളെ വീണ്ടും പിന്തുടരാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ അവളുടെ ഹൃദയത്തെ അതിജീവിക്കാൻ അല്ലെങ്കിൽ ഹൃദയത്തെ ജയിക്കാൻ സാധിക്കും എന്നുള്ള ആ ചിന്തയിൽ അവളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവൻ വിശ്വസിക്കുകയാണ് അപ്പുവാണ് അവൾക്കുള്ള ഒരു ഗോഡ് മെയ്ഡ്, അതായത് ദൈവം ഉണ്ടാക്കിയിട്ടുള്ള പാർട്ട്ണർ എന്ന് പറയുന്നത്. അവൻ്റെ പല ആക്ഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവളോടുള്ള ആഴത്തിലുള്ള സ്നേഹത്തിനെയാണ് നമുക്ക് പ്രതിദാനം ചെയ്യുന്നതെന്ന്. മാതെന്ന് പറയുന്നത് ഒരു പാഷനേറ്റ് ലവിൻ്റെ, ഒരു റൊമാൻറ്റിക് ലവിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കാം. ഏത് തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയി കഴിഞ്ഞാലും സ്നേഹം മറ്റുള്ള പാർട്ട്ണറിൽ നിന്ന് തിരിച്ചു കിട്ടിയില്ലെങ്കിലും, അതായത് ഡീപ്പറായിട്ടുള്ള സ്നേഹം, ഒരു കൺസ്യൂമേറ്റ് ലവ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റുള്ള ലവ് തിരിച്ചു കിട്ടിയില്ലെങ്കിലും അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന, അതിനായിട്ട് എന്ത് ആഴത്തിൽ പോകാനും താല്പര്യം അല്ലെങ്കിൽ അതിനായിട്ടുള്ള വില്ല് കാണിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് നമുക്ക് മാത്തിനെ എടുക്കാനായിട്ട് സാധിക്കും. അടുത്ത തരത്തിലുള്ള ലവ് ആണ് കമ്പാനിയനേറ്റ് ലവ് എന്ന് പറയുന്നത്. അതായത് മലയാളത്തിൽ നമുക്ക് പറയാം സഹവാസപരമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു സ്നേഹത്തിൽ 4 ഘടകങ്ങളാണുള്ളത്. ലൈക്കിംഗ്, അതുപോലെ തന്നെ ഇൻറ്റിമസി. കമ്പാനിയറ്റ് ലവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതേസമയം തന്നെ പാഷൻ, ആ ഡിസയർ എന്ന് പറയുന്ന ഫാക്ടർ അവിടെ ഇല്ല. ഇവിടെ ലൈക്കിംഗ്, ഇഷ്ടപ്പെടുക, അതായത് ഇൻറ്റിമസി. അതായത് ലൈക്കിംഗ് ഇൻറ്റിമസി എന്ന് പറയുന്നത് സംവെയർ കൈൻഡ് ഓഫ് സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. ഇൻറ്റിമസി ലൈക്കിങ്ങും ഉണ്ട്, അവിടെ കമ്മിറ്റ്മെൻ്റ് ഇല്ല. അത്തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് കമ്പാനിയനേറ്റ് ലവ് എന്ന് പറയുന്നത്. സഹവാസയോഗ്യമായിട്ടുള്ള ലവ്. അവിടെ പാഷൻ ഉണ്ടായിരിക്കില്ല, ഡിസയർ ഉണ്ടായിരിക്കില്ല, സെക്ഷുവൽ ഡിസയർ ഉണ്ടായിരിക്കില്ല. കൂടാതെ ഇത് ഒരു സാധാരണ ഫ്രണ്ട്ഷിപ്പിനേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ളതാണ്. കാരണം അവിടെ ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതേസമയം തന്നെ ഈ ബന്ധപ്പെടുന്ന ആൾക്കാർ
ഈ റിലേറ്റ് ചെയ്യുന്ന സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഗേ ഓർ ലെസ്ബിയൻ ഓർ മറ്റ് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അവർക്ക് രണ്ടുപേർക്കും തമ്മിലുള്ള ഒരു സെക്ഷുവൽ ഡിസയർ ഇല്ല, അല്ലെങ്കിൽ ഉള്ളത് തന്നെ വളരെ കുറവാണ്, വളരെ മിനിമലാണ്. ഇത്തരത്തിലുള്ള ഒരു ഉദാഹരണം നമുക്ക് പല മാരേജുകളിലും ഇന്ന് കാണാൻ സാധിക്കും. ആ മാരേജുകളിൽ പാഷൻ, ആ ഒരു സെക്ഷുവൽ ഡിസയർ അവിടെ ഇല്ല. അതേസമയം തന്നെ കപ്പിൾസിന് ആ രണ്ടുപേർക്കും ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഡീപ്പർ ആയിട്ടുള്ള അഫെക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ആ ബന്ധം തുടർന്നു പോകുന്നു. ഇത്തരത്തിലുള്ളൊരു ബന്ധം നമുക്ക് മറ്റ് ആസ്പെക്റ്റുകളിലും കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ബന്ധം, അത് ഇത്തരത്തിലുള്ളൊരു ബന്ധമാണ്. അവർ അതുപോലെ തന്നെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ബന്ധം ഒക്കെ ഒരു കമ്പാനിയേറ്റ് ലവിനായിട്ടുള്ള ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. കമ്പാനിയേറ്റ് ലവിന് ഒരു കഥയിലൂടെ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. രേഖ രമേശ് എന്ന് പറയുന്നത് 2 വയസ്സായിട്ടുള്ള കപ്പിൾസാണ്. അവരുടെ മാരേജ് കഴിഞ്ഞിട്ട് 40 വർഷമായി. അവരവരുടെ കുട്ടികളെയൊക്കെ വളർത്തി, അവരുടെ കുട്ടികൾക്ക് കുട്ടികളുണ്ടായി, അവരെയും വളർത്തി, ജീവിതത്തിലെ പല ചേഞ്ചുകളെയും അവർ ഓവർകം ചെയ്തു. സന്തോഷങ്ങളും മറ്റും ജീവിതത്തിൽ വളരെയധികം പങ്കിട്ടു. അവർക്ക് രണ്ടുപേർക്കും നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇൻറ്റിമസിയും കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ അവർക്ക് പാഷനില്ല. ആ സെക്ഷുവൽ ഡിസയർ, ആ സെക്ഷുവൽ താല്പര്യം അത് രണ്ടുപേരുടെ അടുത്തും തമ്മിൽ തോന്നുന്നില്ല. ഇത്തരത്തിലൊരു ബന്ധത്തിൽ ഈ രണ്ടുപേരും, അതായത് നമ്മുടെ ഈ കഥയിലെ കഥാപാത്രങ്ങളായിട്ടുള്ള രേഖയും രമേശിനും വളരെയധികം കംഫോർട്ടബിളാണ് മറ്റൊരാളുടെ അടുത്ത്. അവർ ഇൻറ്റിമസി ഉണ്ട്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, പക്ഷേ സെക്ഷുവൽ ഡിസയർ തമ്മിലില്ല, പാഷനില്ല. അടുത്ത തരത്തിലുള്ള ലവാണ് ഫാക്ച്വസ് ലവ് എന്ന് പറയുന്നത്. ഫാക്ച്വസ് ലവ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു മൂഢമായിട്ടുള്ള മതികെട്ട പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നു. ഇതിലത്തെ ഇത്തരത്തിലുള്ളൊരു ഫാക്ച്വസ് ലവിലെ കോമ്പോണൻസ് ആണ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് പാഷൻ. ഇത്തരത്തിലുള്ള ലവില് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, പാഷൻ ഉണ്ടായിരിക്കും. അതേസമയം തന്നെ ഇൻറ്റിമസി, അതായത് ലൈക്കിംഗ് എന്ന് പറയുന്നത് ഇതിൽ ഉണ്ടായിരിക്കത്തില്ല. ഫാക്ച്വസ് ലവ് എന്ന് പറയുന്നത് ഒരു കോർട്ട്ഷിപ്പ് ഫേസ് ആണ്. അവിടെ പാഷൻ, ആ സെക്ഷുവൽ ഡിസയർ ഒരു കമ്മിറ്റ്മെൻറ്റിനായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. പക്ഷേ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ്റെ അടിത്തറയായിട്ടുള്ള ഒരു ഇൻറ്റിമസിയോ ഒരു സ്റ്റെബിലൈസിങ് ഫാക്ടറായിട്ടുള്ള ഇൻറ്റിമസി അവിടെ ഇല്ല. ഇത്തരത്തിലുള്ളൊരു ലവ് നമുക്ക് നടക്കുമ്പോൾ പല ആൾക്കാരും മനസ്സിലാക്കാൻ സാധിക്കും ഈ കപ്പിൾസ് വളരെ ഇമ്പൾസീവാണ്. ഇനി ഇത്തരത്തിലുള്ള ഈ മാരേജ് വളരെയധികം നമുക്ക് കാണാൻ സാധിക്കും. രണ്ടുപേരും കുറച്ചുനാൾ കണ്ടു, അവർ ഒളിച്ചോടി വിവാഹം കഴിച്ചു. എന്നിട്ട് ആ വിവാഹം പലപ്പോഴും വർക്കൗട്ട് ആകുന്നില്ല. ആ വർക്കൗട്ട് ആവാതെ വിവാഹം മുന്നോട്ട് പോയി പലപ്പോഴും രണ്ടുപേരും ഡിറ്റാച്ച്ഡ് ആവുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആവുന്ന ഒരവസ്ഥ. ഇത്തരത്തിലുള്ളതൊക്കെ ഒരു ഫാക്ച്വസ് ലവിൻ്റെ ഉദാഹരണമാണ്. പക്ഷെ അത് വിചാരിച്ച് എല്ലാവരും അങ്ങനെ ഇലോപ്പായി പോകുന്നവരൊന്നും എല്ലാം ഫാക്ച്വസ് ലവ് ആവണമെന്നില്ല. അവർ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നവരുമുണ്ട്. പക്ഷെ ഇമ്പൾസീവായിട്ട് ഇങ്ങനെ ഡിസിഷൻ എടുത്ത് അവിടെ ഇൻറ്റിമസി വരാത്തൊരവസ്ഥ, അങ്ങനെ ആ റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആവുകയാണ്, ആ ഡയറക്ഷനിലോട്ടാണ് പോകുന്നതെങ്കിൽ അതൊരു ഫാക്ച്വസ് ലവ് ആണ്. ഒരു ഫാക്ച്വസ് ലവിന് ഉദാഹരണം പറയുകയാണെങ്കിൽ പൂജയും രാഹുലും ഒരു മാസത്തെ ഡേറ്റിങ്ങിന് ശേഷം ഒളിച്ചോടി. രണ്ടുപേരും വളരെ മാഡ്ലി ഇൻ ലവ് വിത്ത് ഈച്ച് അതർ. അവർ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാം എന്ന ചിന്തയിലാണ് ഒളിച്ചോടിയത്. അവരുടെ ഫാമിലികൾ എന്ത് ചിന്തിക്കുകയോ കൂട്ടുകാരെന്ത് ചിന്തിക്കുകയോ സൊസൈറ്റി എന്ത് ചിന്തിക്കുകയോ എന്നൊന്നും അവരതിനെക്കുറിച്ച് ചിന്തിച്ചേയില്ല. രണ്ടുപേരെയും കുറിച്ച് അതേസമയം തന്നെ രണ്ടുപേരുടെയും ബാക്ക്ഗ്രൗണ്ടിനെയോ വ്യക്തിത്വത്തെയോ അല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസിനെയും കുറിച്ചൊന്നും ആഴത്തിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഈ രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല. അവർക്ക് വളരെ ഉയർന്ന രീതിയിലുള്ള പാഷൻ ഉണ്ടായിരുന്നു, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇൻറ്റിമസി അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതായത് നമ്മുടെ കഥാപാത്രങ്ങളായിട്ടുള്ള രാഹുലും പൂജയും എന്ന് പറയുന്നത് ഒരു ഫാക്ച്വസ് ലെവലായിരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാഷനും കമ്മിറ്റ്മെൻറ്റും മാത്രമേ ഉള്ളൂ, ഇൻറ്റിമസി അവിടെയില്ല. അടുത്ത തരത്തിലുള്ള ലവ് ആണ് കൺസ്യൂമേറ്റ് ലവ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നമുക്കിതിനെ പറയാം സമ്പൂർണമായ, പരമമായ, തികഞ്ഞ ലവ് എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള ലവ് ഒരു പൂർണ്ണമായിട്ടുള്ള ലവ് ആണ്. ഇതിലെ പ്രധാന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എല്ലാമാണ്. അതായത് ലവിന് നമ്മൾ 3 കോമ്പോണൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻറ്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ 3 അവിടെ ഉണ്ടായിരിക്കും. ഇൻറ്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് കൂടി ചേർന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും കൺസ്യൂമേറ്റ് ലവ് എന്ന് പറയുന്നത്.
ഇത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒരു ഐഡിയൽ റിലേഷൻഷിപ്പാണ്. ഇത്തരത്തിലുള്ള ഒരു കപ്പിൾസിന് വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു നല്ല ലവ് ലൈഫ്, ഒരു ഗ്രേറ്റ് സെക്സ് ലൈഫ് എല്ലാം ഉണ്ടായിരിക്കും. മറ്റൊരാളുടെ അഭാവത്തിൽ ഇവർക്ക് സ്വയം ചിന്തിക്കാനേ സാധിക്കില്ല. അവർക്ക് സ്വയം മറ്റൊരാളുടെ അഭാവത്തിൽ സന്തോഷമായി കാണാനും പലപ്പോഴും സാധിച്ചെന്ന് വരത്തില്ല. ഇത്തരത്തിലുള്ള കപ്പിൾസ് ജീവിതത്തിലുള്ള പല വിഭിന്നതകളും വ്യത്യസ്ത അഭിപ്രായങ്ങളെയും ലൈഫിലെ സ്ട്രെസ്സിനെയും ഒരുമിച്ച് നേരിടും. അതിന് പൂർണ്ണമായി തയ്യാറാവുകയും ചെയ്യും. കൺസ്യൂമേറ്റ് ലവിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഐഷ, സമീർ ഇവർ രണ്ടുപേരും ഒരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പാണുള്ളത്. ആ റിലേഷൻഷിപ്പിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇൻറ്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. മനസ്സിലാക്കുക, ആരുടെയും റിലേഷൻ പെർഫെക്റ്റ് അല്ല, പക്ഷേ ഇവിടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലെവലിലുള്ള ഇൻറ്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അവർ ഫ്രണ്ട്സ് പോലെയാണ്, ലവേഴ്സ് പോലെയാണ്, പാർട്ട്നേഴ്സ് പോലെയാണ്. രണ്ടുപേരെയും ഉള്ളിൽ നിന്ന് വളരെ ആഴത്തിൽ അവർക്കറിയാം. അവിടെ ഒരു വളരെ ഹെൽത്തി രീതിയിലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്, ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സെക്ഷൽ ലൈഫ് ഉണ്ട്, ഭാവിയെക്കുറിച്ചിട്ടുള്ള ഒരു ഷെയർഡ് വിഷൻ ഉണ്ട്, അതിനുവേണ്ടി കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളൊരു സന്നദ്ധതയും ഇൻറ്റിമസിയും എല്ലാം ഉണ്ട് അവിടെ. ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് ലവിനെയാണ് നമുക്ക് കൺസ്യൂമേറ്റ് ലവ് എന്ന് പറയാൻ സാധിക്കുക. അവിടെ 3 കോമ്പോണൻസ് ഓഫ് ലവ് ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് 3 കോമ്പോണൻസ് ഓഫ് ലവ്? ഇൻറ്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ഉണ്ടായിക്കഴിഞ്ഞാലാണ് അതിനെ നമുക്ക് ഒരു കൺസ്യൂമേറ്റ് ലവായിട്ട് കണക്കാക്കാൻ സാധിക്കുക. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവി തട്ടത്തിൻ മറയത്തിൽ വിനോദും ഐഷയും തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ ഭാഗ്യം ഭജിച്ചവരല്ല. തുടക്കത്തിൽ അവരുടെ പ്രണയത്തിന് ഭയങ്കര സ്ട്രഗിൾസ് ഉണ്ട്. അത് എളുപ്പത്തിലൊന്നും അങ്ങ് പ്രോഗ്രസ് ചെയ്യാനായിട്ട് ആ സൊസൈറ്റിയും ആ സമൂഹവും പല സർക്കംസ്റ്റാൻസുകളും അവരെ അനുവദിക്കുന്നില്ല. വിനോദ് മൂവിയിൽ നമുക്ക് കാണാം ഐഷയുടെ ഹൃദയം ജയിക്കാനായിട്ട്, ഐഷയുടെ ഹൃദയം കരസ്ഥമാക്കാനായിട്ട്, അവളുടെ സ്നേഹം കരസ്ഥമാക്കാനായിട്ട് അവളുടെ ഫാമിലിയുടെ ഡിസപ്രൂവലിനെ അവഗണിച്ചു കൊണ്ടുവരെ വളരെ ആഴത്തിൽ ശ്രമിക്കുന്നതായിട്ട് കാണാം. എന്നിട്ട് അവർ രണ്ടുപേരും അതിനുശേഷം, ഇഷ്ടത്തിന് ശേഷം, ഇൻറ്റിമസി ആയതിനു ശേഷം അവർക്കുള്ള തടസ്സങ്ങൾ ഒരുമിച്ച് അതിജീവിക്കുന്നതായിട്ട് നമുക്ക് ആ മൂവിയിൽ കാണാനായിട്ട് സാധിക്കും. ലവിന് ഡെഡിക്കേഷനും പാഷനും വളരെ ആവശ്യമായിട്ടുള്ളതാണ്. വിനോദിന് ഈ എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. മൂവിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വിനോദിന് അവിടെ ഇൻറ്റിമസി ഉണ്ട്, അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റ് റെഡിയാണ്. മൂവി അവസാനിക്കുന്നവരെ ഒരു പക്ഷേ പാഷൻ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരിക്കില്ല. അതായത് സെക്ഷൽ ഇൻറ്റിമസി, സെക്സ് സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അവസാനം ആ സിനിമ അവസാനിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കും അവർ റിലേറ്റ് ചെയ്യുന്ന രീതി, അവർ മുന്നോട്ട് കാണുന്ന ലൈഫ്, അതിൽ തീർച്ചയായിട്ടും സെക്സ് എന്ന് പറയുന്നത് സംഭവിക്കും. അത് അവരെ ഒരു ഹാപ്പി എൻഡിങ്ങിലോട്ട്, ഒരു എന്നും നിലനിൽക്കുന്ന ഒരു ആഴത്തിലുള്ള റിലേഷൻഷിപ്പിലോട്ട്, ഒരു ദാമ്പത്യ ജീവിതത്തിലോട്ട് രണ്ടുപേരും കൂടെ നിന്ന്, രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്ത്, രണ്ടുപേരെയും താല്പര്യങ്ങളും വിഷനും ഡ്രീംസിനും വേണ്ടി രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന, അവരുടെ ജീവിതത്തിലെ സ്ട്രെസ്സുകളെ ഒരുമിച്ച് നിന്ന് അതിജീവിക്കുന്ന ഒരു ലൈഫിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇത്തരത്തിലുള്ള തട്ടൻ നിറയത്തിലുള്ള ഒരു ലവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദാറ്റ്സ് എ കൺസ്യൂമേറ്റ് ലവ്. പ്രണയം, ആ റൊമാൻസ്, അതെല്ലാം ഒരു മാരിറ്റൽ ലൈഫിലേക്ക് ഫുൾഫില്ലാകുന്നു. ആ രീതിയിൽ അവർ നല്ലൊരു ജീവിതം, ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ അവരുടെ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നു. ഈ സ്റ്റേൺബർഗിൻ്റെ പറയുകയാണെങ്കിൽ കൺസ്യൂമേറ്റ് ലവ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവിൻ്റെ 3 കോമ്പോണൻസും അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ, ലവ് ലാംഗ്വേജസിൻ്റെയും ആ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയും പ്രശ്നങ്ങളെ മനസ്സിലാക്കി ഫ്ലെക്സിബിളായി മുന്നോട്ട് പെരുമാറുന്നതിൻ്റെയും അഭാവത്തിൽ പലതരത്തിലുള്ള പ്രണയങ്ങളും ലവുകളും ഒരു കമ്പാനിയനറ്റ് ലവായി മാറാറുണ്ട്. അതിൽ പാഷൻ, ആ സെക്ഷൽ ഡിസയർ ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടതായിട്ട് കാണാറുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്നെങ്കിൽ ആ പാഷനെ ഇഗ്നൈറ്റ് ചെയ്യാനായിട്ടുള്ള, ആ പാഷനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള പ്രവർത്തികൾ നിങ്ങൾ ഏർപ്പെടാനായിട്ട് ശ്രമിക്കണം. ഇനി ഇത്തരത്തിലുള്ള ഒരു ലവ് പ്രോഗ്രഷൻ്റെ ഒരു ചെറിയ സ്റ്റോറി കൂടി ഞാൻ പറയാം. ഈ സ്റ്റോറിയിലെ കഥാപാത്രങ്ങളാണ് നമ്മുടെ ജെന്നിയും സാജുവും. ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയായി ഒരു ദിവസം ഒരു പാർട്ടിയിൽ കണ്ടുമുട്ടുകയാണ്. രണ്ടുപേരും കണ്ടപ്പോൾ തന്നെ ഒരു ഇൻസ്റ്റന്റ് അട്രാക്ഷൻ ഫീൽ ചെയ്യാം. അതിനുശേഷം രണ്ടുപേരും ഫോൺ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. തമ്മിൽ ചാറ്റ് ചെയ്യാനും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും ഒക്കെ തുടങ്ങുന്നു. രണ്ടുപേരും അധിക സമയം വൈകാതെ തന്നെ മനസ്സിലാക്കുക, രണ്ടുപേർക്കും തമ്മിൽ വളരെയധികം കാര്യങ്ങൾ കോമൺ ആയിട്ടുണ്ട്.
രണ്ടുപേരും തമ്മിലുള്ള കമ്പനി വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. ആ രണ്ടുപേരും ഒരു ഡേറ്റിന് പോകാനായിട്ട് തീരുമാനിക്കാം. അതിനു വേണ്ടി ഒരു നല്ലൊരു സമയം കണ്ടെത്തി ആ ഡേറ്റിൽ അവർ തമ്മിൽ കിസ് ചെയ്യുകയാണ്. വളരെ ഹയർ ലെവലൊരു സെക്ഷൽ ഡിസയർ അവിടെ ഫീൽ ചെയ്യാം. അവരങ്ങനെ ഒരു ഇൻഫാക്ച്വേറ്റ് ലവ് ഫേസിൽ എത്തിച്ചേരാം. അതിന് മെയിൻലി ലീഡ് ചെയ്യുന്നത് പാഷനാണ്, ഫിസിക്കൽ അട്രാക്ഷനാണ്, അതുകൊണ്ടുണ്ടാകുന്ന ആ സെക്ഷൽ ആക്റ്റാണ്, ഫിസിക്കൽ ഇൻറ്റിമസിയാണ് പാഷൻ എന്ന് പറയുന്ന ലവ് ഘടകത്തെ അവിടെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതിനുശേഷം കുറേ നാളുകളുടെ ഡേറ്റിങ്ങിന് ശേഷം ജെന്നിയും സാജുവും വളരെ കൂടുതൽ കംഫോർട്ടബിളും ക്ലോസ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങുകയാണ്. അവരുടെ ഫീലിങ്സും ചിന്തകളും സ്വപ്നങ്ങൾ വരെ അവർ രണ്ടുപേരും തമ്മിൽ ഷെയർ ചെയ്യുകയാണ്. രണ്ടുപേരുടെയും വിഷമഘട്ടങ്ങളിലും പ്രശ്നങ്ങളിലും ഒരാൾ മറ്റൊരാൾക്ക് സപ്പോർട്ട് ആവുകയാണ്. രണ്ടുപേരും തമ്മിലുള്ള ആഴത്തിലുള്ള ഒരു ബോണ്ടും ഒരു വിശ്വാസവും അവിടെ ജനറേറ്റ് ആവുകയാണ്. അവർ രണ്ടുപേരും റൊമാൻറ്റിക് ലെവലായിട്ടുണ്ടായിരുന്നു ഈ സമയത്തിൽ. അതിലുള്ള മെയിൻ ഘടകമായിരുന്നു ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്ന, അതായത് ഫിസിക്കൽ അട്രാക്ഷനിലൂടെ വന്ന, സെക്സിലൂടെ വന്ന പാഷനും, പിന്നെ ഇത്തരത്തിലുള്ള ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ വന്ന ഇൻറ്റിമസിയും. ഇപ്പോൾ ഈ ഫേസിൽ രണ്ട് ഘടകങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, പാഷനും ഇൻറ്റിമസിയും. അങ്ങനെ അവർ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ജെന്നിയും സാജുവും കുറേ നാൾക്ക് ശേഷം രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാനായിട്ട്, അവരുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സീരിയസ് ആക്കാനായിട്ട് ഒരു തീരുമാനം എടുക്കാം. അവർ രണ്ടുപേരും തമ്മിൽ ഫാമിലീസിനെ പോയി കാണുന്നു, കൂട്ടുകാരായിട്ട് സംസാരിക്കുന്നു. അവർ എല്ലാവരും എല്ലാവരുമായിട്ട് നന്നായിട്ട് ഒത്തുചേർന്ന് പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അങ്ങനെ അവർ മാരീഡ് ആകുന്നു. അവർ ഭാവി കാലത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് തീരുമാനങ്ങളെടുത്ത് മാരീഡ് ആകുന്നു. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ അത് ഒരു കൺസ്യൂമേറ്റ് ലവിൽ അവർ എത്തിച്ചേരുക ചെയ്യുന്നത്. അത്തരത്തിലുള്ള ലവിൽ എത്തിച്ചേരുന്നു. ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ അവർ കൺസ്യൂമേറ്റ് ലെവലിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം വന്നിട്ടുണ്ടായിരുന്ന പാഷൻ, രണ്ടാമത് വന്നിട്ടുണ്ടായിരുന്ന ഇൻറ്റിമസി, ആൻഡ് ഏറ്റവും ഈ അടുത്ത് വന്നിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും കൂടി ചേർന്ന് അവരുടെ ലൈഫ് ഒരു കൺസ്യൂമേറ്റ് ലെവലിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ മാരീഡ് ചെയ്ത് ലൈഫ് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം, ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം, ജെന്നിക്കും സാജുവും രണ്ടുപേർക്കും വ്യത്യസ്തകൾ ഉള്ളിൽ വരാനായിട്ട് തുടങ്ങി. രണ്ടുപേരും വ്യത്യസ്ത ചിന്തകൾ, രണ്ടുപേരും വ്യത്യസ്ത വഴികളിലൂടെ ചിന്തകൾ പോയി തുടങ്ങാനായിട്ട് തുടങ്ങി. അവരെ ജീവിതത്തിലുള്ള തിരക്ക് മൂലം മറ്റും കാരണം അവർ തമ്മിൽ കൂടെ ചെലവഴിക്കുന്ന സമയമൊക്കെ കുറഞ്ഞു വരിക, തമ്മിലുള്ള ഇഷ്ടം കുറഞ്ഞു വരിക, അവർ രണ്ടുപേരും റൊമാൻറ്റിക് ആവുന്നതും എഫെക്ഷനേറ്റ് ആകുന്നതും സെക്ഷൽ ഇൻറ്റിമസി, ഫിസിക്കൽ ഇൻറ്റിമസി ഷെയർ ചെയ്യുന്നതൊക്കെ വളരെ കുറഞ്ഞു വരിക. പക്ഷേ രണ്ടുപേരും നന്നായി തമ്മിൽ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു, രണ്ടുപേരും തമ്മിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഇടയിലുള്ള പാഷൻ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ ആ സമയത്തിൽ ഒരു കമ്പാനിയനായിട്ട് ലവിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കമ്പാനിയനായിട്ട് ലവ് നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ ഇൻറ്റിമസിയും കമ്മിറ്റ്മെൻറ്റുമാണ് ഉണ്ടായിരിക്കുക, അവിടെ പാഷൻ ഉണ്ടായിരിക്കില്ല. സോ ഈ സമയത്തിൽ ഇവരൊരു കമ്പാനിയനായിട്ട് ലവിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജെന്നിക്കും സാജുവും മനസ്സിലാക്കുക അവരുടെ ആ മാരേജിൽ അൺഹാപ്പിയാണ്, അവർ സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നപ്പോൾ അവർ ബ്രേക്കപ്പായി സെപ്പറേറ്റ് ആവാനായിട്ട് തീരുമാനിക്കുക. അങ്ങനെ ആവുന്നതിന് ശേഷം അവർ ഫ്രണ്ട്സായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. രണ്ടുപേർക്കും നല്ലത് വരണമെന്ന് തന്നെ ആഗ്രഹിച്ചിരുന്നു. അതിനുശേഷമാണ് അവർ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ്ങിൽ സെപ്പറേറ്റ് ആയത്. ഇപ്പോഴത്തെ അവർക്കുണ്ടായിരുന്ന ലൈക്കിംഗ് എന്ന് പറയുന്നത് ഇൻറ്റിമസി മാത്രം മൂലമുള്ളതായിരുന്നു. അവിടെ പാഷനും ഇല്ല, കമ്മിറ്റ്മെൻറ്റും ഇല്ല. കാരണം അവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി. അവിടെ ഒരു സെക്ഷൽ ഡിസയറും ഇല്ല, അത് കാരണം തന്നെ പാഷനും ഇല്ല. സോ ഓൺലി ഇൻറ്റിമസി മാത്രം കാരണം അവർ തമ്മിൽ റെസ്പെക്ട് ചെയ്തു, രണ്ടുപേർക്കും നല്ലത് വരണം എന്ന് ആഗ്രഹിച്ചു. പക്ഷേ അവർ അങ്ങനെ മുന്നോട്ട് പോകുന്നതിന് ശേഷം, അവർ രണ്ടുപേരും സെപ്പറേറ്റഡായി മുന്നോട്ട് പോകുന്നതിന് ശേഷം വ്യത്യസ്ത ആൾക്കാരായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. വ്യത്യസ്ത അനുഭവങ്ങൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ജീവിതത്തിലെ ഹാർഡ്ഷിപ്പുകൾ പലപ്പോഴും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. സപ്പോർട്ട് അവർക്ക് ലഭിക്കാത്ത അവസ്ഥയായി. ആ സമയത്ത് ജെന്നിയും സാജുവും അവർ തമ്മിൽ ഷെയർ ചെയ്തിരുന്ന ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് വീണ്ടും ഓർക്കുന്നു. അതിൻ്റെ ആ ബ്യൂട്ടി, അതിൻ്റെ ആഴം, അതിൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം, അതിൻ്റെ ഒരു ഫുൾഫില്ലിങ് അവസ്ഥ, ഇതിനെക്കുറിച്ചൊക്കെ അവർ വീണ്ടും ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അവർ വീണ്ടും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ വീണ്ടും അവർ കണക്റ്റഡ് ആകുന്നു. അവരുടെ ദാമ്പത്യ ജീവിതം വീണ്ടും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് അവർ ഇപ്പോൾ തന്നെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഇൻറ്റിമസി ഓൾറെഡി ഉണ്ടായിരുന്നു. അതിനുശേഷം
അതിൻ്റെ ഒപ്പം അവർ വീണ്ടും കണക്ട് ചെയ്തതിന് ശേഷം ഒരു പാഷനും കമ്മിറ്റ്മെൻറ്റും കൂടി കടന്നു വരികയാണ്. അങ്ങനെ സെപ്പറേറ്റ് ആയവരെ വീണ്ടും ആ കൺസ്യൂമേറ്റ് ലെവലോട്ട് എത്തിച്ചേർന്ന് ലൈഫ് ഇപ്പോൾ സക്സസ്ഫുള്ളി മുന്നോട്ട് നയിക്കുന്നു. ഈ കഥ നമുക്ക് കാണിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കഥകളും ഈ അവസാനത്തെ കഥകളും കാണിക്കുകയാണ് എങ്ങനെയാണ് വ്യത്യസ്ത സമയങ്ങളിൽ ലവ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുക, എന്താണ് ലവിൻ്റെ വ്യത്യസ്ത ഘടകങ്ങൾ, അതൊരു റിലേഷൻഷിപ്പിൻ്റെ ക്വാളിറ്റിയെയും മറ്റും എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ. ഇതെല്ലാവർക്കും വളരെ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ലവ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക്, അതായത് എപ്പോഴും ഒരുപോലെ തന്നെ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫിനോമിനോൺ അല്ല. വളരെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഫിനോമിനോണാണ്. അതിലെ മാറ്റങ്ങൾ വരും. അതൊരു നാച്ചുറൽ കോഴ്സാണ്, അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ അതിനെ വീണ്ടും ഉത്തേജിപ്പിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ ഇവിടെ ഡിസ്കസ് ചെയ്ത ലവിൻ്റെയും, അതായത് ലവിൻ്റെ ത്രികോണ സിദ്ധാന്തം, റോബർട്ട് സ്റ്റെർൺബർഗ് അവതരിപ്പിച്ച ത്രികോണ സിദ്ധാന്തവും അതിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന 8 വ്യത്യസ്ത തരത്തിലുള്ള ലവ്, അതിൻ്റെ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അമർത്തുക. നിങ്ങളുടെ ഉറ്റവരിലോട്ടും ബന്ധുക്കളിലോട്ടും എല്ലാവരിലോട്ടും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുന്നതിനായി ഷെയറും ചെയ്യുക. ഇത്തരത്തിലുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ്, ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തുക. സോ കേട്ടതിന് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ബൈ.